ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് മൊഡ്യൂള് ബി മൊഡ്യൂള് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ, നമുക്കുള്ള ഫസ്റ്റ് ചാപ്റ്റർ കണ്ടംപററി കൾച്ചറൽ സിറ്റുവേഷൻ, സമകാലീന സാംസ്കാരിക പശ്ചാത്തലം, കണ്ടംപററി കൾച്ചറൽ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ കോമൺ ടോപ്പിക്സിലൊന്നും നോക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ നോക്കാനുള്ളത്. അതിൽ ഈ ചാപ്റ്റർ, പ്രത്യേകിച്ച് ഈ ചാപ്റ്റർ പക്ഷെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് പഠിക്കൊന്നും വേണ്ട, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വായിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ സംസ്കാരം, ആ സംസ്കാരം എങ്ങനെ വ്യാപിക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റം വരുന്നു, വേറെ സംസ്കാരങ്ങളുമായിട്ട് അതെങ്ങനെ കൂടിക്കലരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എങ്ങനെയാണ് കൾച്ചറൽ എക്സ്പ്രഷൻ, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കൾച്ചറൽ എക്സ്പ്രഷൻ. സംസ്കാരത്തെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആവിഷ്കരിക്കുന്നത്, നമ്മുടെ സംസ്കാരം നമുക്ക് എങ്ങനെയാണ് ആവിഷ്കരിക്കാൻ കഴിയുന്നത്. നമ്മുടെ സംസ്കാരത്തെ നമുക്ക് പലതരത്തിലുള്ള കലകളിലൂടെ, അതായത് സംഗീതം, സാഹിത്യം, നൃത്തം, അങ്ങനെയുള്ള പലതരത്തിലുള്ള നമ്മുടെ കലകളിലൂടെ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ആവിഷ്കരിക്കാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ സ്തൂപങ്ങൾ, സ്മാരകങ്ങൾ, അതുപോലെ നാടോടി കഥകൾ, ഇതൊക്കെ എന്താണ്, സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള ആശയവിനിമയ കൈമാറ്റ രീതികൾ കൂടിയാണ്. അതുപോലെ പെയിൻറ്റിങ്, അതൊക്കെ തന്നെയാണ് ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തെ എടുത്ത് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ അന്നത്തെ സ്ത്രീകളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണമൊക്കെ കാണുമ്പോൾ അന്ന് നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തെയാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്നത്തെ പെയിൻറ്റിങ്ങുകൾ, മോഡേൺ പെയിൻറ്റിങ്ങുകളൊക്കെ നോക്കുമ്പോൾ എന്താണ്, അത് ഇന്നത്തെ ഒരു സംസ്കാരത്തെയാണ് അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സംഗീതം, അപ്പോൾ പാട്ടുകൾ തന്നെ, പണ്ടത്തെ മെലഡികളും ഇന്നത്തെ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ അത് ആ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. നൃത്തത്തിലാണെങ്കിലും ഒക്കെ എന്താണ്, അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരം ആ ഒരു കലയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പാട്ടുകളെ കാര്യം പറയാൻ തന്നെ പലതരം പാട്ടുകളുണ്ട്. നാടൻ പാട്ടുകളുണ്ട്, സിനിമാ ഗാനങ്ങളുണ്ട്, ഭജനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടുന്നതിന് പ്രത്യേക അവസരങ്ങളുണ്ട്. ഭജനകൾ പോയിട്ട് നമ്മളൊരു ആഘോഷവേളയിൽ, ഒരു കല്യാണ പാർട്ടി നടക്കുകയാണ്, പോയിട്ട് നമ്മളിങ്ങനെ അയ്യപ്പ അല്ലെങ്കിൽ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭജന പാടില്ല. ഭജന പാടുന്നത് എന്താണ്, ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ആ ഒരു എന്താ പറയുക, ഒരു ഭഗവാന്റെ എന്തെങ്കിലും ഒരു അന്തരീക്ഷം വരുന്ന സമയം, എന്തെങ്കിലും ഒരു കെട്ടുന്നറിയോ അല്ലെങ്കിൽ എന്താണ് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഭജനകൾ പാടുക. ഇപ്പോൾ സിനിമാ ഗാനങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്, ഒരു ആഘോഷവേളയിൽ പാടുന്നു. അപ്പോൾ ഓരോ സംഭവം പാടാനും എന്താണ്, നമുക്ക് ഓരോ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് സംസ്കാരം എക്സ്പ്രസ് ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. ഇനി സംസ്കാരത്തെ ജനകീയ സംസ്കാരങ്ങളെന്നും ക്ലാസിക് സംസ്കാരങ്ങളെന്നൊക്കെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫോക്ക് കൾച്ചർ, അതേപോലെ ക്ലാസിക് കൾച്ചർ, അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഫോക്ക് കൾച്ചറും ക്ലാസിക് കൾച്ചറും. ഈ ജനകീയ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ രീതികൾ, ജീവിത രീതികൾ, അവർ പിന്തുടരുന്ന കുറേ കാര്യങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ വസ്ത്രധാരണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത്, ഫോക്ക് കൾച്ചറിൽ വരുന്നത്. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുറച്ചും കൂടിയും സമ്പന്നമാണ്, സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫോക്ക് കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ജനകീയ സംസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. സാധാരണക്കാരായ ജനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളാണ് ജനകീയ സംസ്കാരങ്ങളെന്ന് പറയുന്നത്. സാധാരണ ജനങ്ങൾ അവരുടെ സാംസ്കാരിക മൂല്യങ്ങളെയും ആശയങ്ങളെയും ഗാനങ്ങളിലൂടെയും നൃത്തം, കഥകൾ എന്നിവയിലൂടെയും പ്രകടമാക്കുന്നു. ആ ഗാനങ്ങൾക്കും നൃത്തത്തിനും കഥകൾക്കൊക്കെ എന്താണ്, ഒരു മിതത്വമുണ്ട്, അല്ലെങ്കിൽ എന്താണ്, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. ഇപ്പോൾ നാടൻ പാട്ടുകളോ അല്ലെങ്കിൽ എന്താണ് നാടോടി നൃത്തങ്ങളോ നാടൻ കഥകളോ ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ നാടോടി കഥകളൊക്കെ ആയിരിക്കും, നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇവർക്ക് വലിയ സാംസ്കാരിക പാരമ്പര്യങ്ങളൊന്നും നിർമ്മിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളാവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, സമ്പന്നത, അത് വാക്കുകൾ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ടൊരു സമ്പന്നത അതിൽ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റില്ല. പക്ഷെ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു സംസ്കാരം അവിടെ നെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ
ഇപ്പോൾ അവരുടെ വസ്ത്രധാരണ, ഇപ്പോൾ നമുക്ക് അവരെക്കുറിച്ച് പഠിക്കാനാണെങ്കിലും കൂടുതൽ സാധനങ്ങളൊന്നും കിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ പെട്ടെന്ന് നശിച്ചു പോയിട്ടുണ്ടാവും. കാരണം അവർ വളരെ വില കുറഞ്ഞ വസ്ത്രങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്ന് നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇതാണ് ജനകീയ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫോക്ക് കൾച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ക്ലാസിക് കൾച്ചർ എന്ന് പറയുമ്പോൾ ക്ലാസിക്കാണ്, അവരെന്താണ്, വളരെ സമ്പന്നമാണ്. ഇനി അടുത്തത് വരുന്നത് ക്ലാസിക് കൾച്ചർ. ഈ ക്ലാസിക് കൾച്ചർ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി സമ്പന്നമാണ്. അപ്പോൾ അത് ജനകീയമായിട്ട് കുറച്ച് ദശകങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ എന്താണ്, സമ്പന്ന കുടുംബത്തിലുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ രാജകുടുംബാംഗങ്ങളൊക്കെയാണ് ഇത്തരം ക്ലാസിക് കലകളൊക്കെ പഠിക്കാൻ പോയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല അല്ലേ, എല്ലാവർക്കും എന്താണ് അറിയാം, എല്ലാതും അറിയാം. ഇപ്പോൾ ക്ലാസിക് നിർമ്മിതികൾ ഇല്ലേ, ക്ഷേത്രങ്ങളൊക്കെ രാജാക്കന്മാർ മാത്രമാണ് അങ്ങനെയുള്ള പണിതിട്ടുള്ളത്. കാരണം എന്താണ്, അവരുടെ അടുത്താണ് പൈസ ഉള്ളത്. ഇത് വളരെ സമ്പന്നമാണ്, പണം കൊണ്ടാണെങ്കിലും അല്ലാതെയും ഒക്കെ എന്താണ് അത് വളരെ സമ്പന്നമാണ്. അപ്പോൾ ഇത് കുറച്ച് കാലങ്ങളായിട്ടാണ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്ന് കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെയാണ് ക്ലാസിക് സംസ്കാരങ്ങളും, അതായത് ക്ലാസിക് കൾച്ചറും ഫോക്ക് കൾച്ചറും പറയാനുള്ളത്. ഇനി നരവംശാസ്ത്രജ്ഞരും, അതായത് ആന്ത്രോപോളജിസ്റ്റും അതേപോലെ പുരാവസ്തുശാസ്ത്രജ്ഞരും ആർക്കിയോളജിസ്റ്റും എങ്ങനെയാണ് സംസ്കാരത്തെ നോക്കിക്കാണുന്നത്? നരവംശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഈ സംസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ജീവിത രീതികൾ, ഇതൊക്കെ അടങ്ങുന്ന ഒരു ആകത്തുക അല്ലെങ്കിൽ അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ, അതെങ്ങനെ മാറ്റം സംഭവിക്കുന്നു, അതൊക്കെയാണ് അവർ സംസ്കാരത്തിലൂടെ നോക്കിക്കാണുന്നത്. പക്ഷേ ആർക്കിയോളജിസ്റ്റ്, ഈ പുരാവസ്തു ശാസ്ത്രജ്ഞർ എന്തൊക്കെയാണ്, അവർ പോയിട്ട് വീടുകൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, പ്രതിമകൾ, അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കുഴിച്ചെടുത്തിട്ട് അവിടെ എന്തായിരുന്നു എന്നൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ, അങ്ങനെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആന്ത്രോപോളജിസ്റ്റ് എന്താണ്, അവരുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ അവരുടെ എന്താണ് ആചാരം, വിശ്വാസം, അങ്ങനെയൊക്കെ നോക്കുന്നത്. മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, എവിഡൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എവിഡൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുരാവസ്തു ഗവേഷകർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സാമൂഹ്യവും അതുപോലെ സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ സംസ്കാരങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എക്കണോമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ സമ്പത്ത് എങ്ങനെയാണ് സംസ്കാരത്തെ സ്വാധീനിക്കുന്നതെന്നാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ സമ്പത്തിന് സംസ്കാരവുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് എന്ത്, നമ്മൾ പറഞ്ഞ ക്ലാസിക് സംസ്കാരങ്ങൾ. ഇപ്പോൾ ക്ലാസിക്, ജനകീയം എന്നുള്ള രണ്ട് വേർതിരിവിന് പ്രധാന കാരണം എന്തുതന്നെയാണ്, സമ്പത്ത് തന്നെയാണ്. സമ്പത്തുള്ളത് കൊണ്ടാണ് ക്ലാസിക്കും അതുപോലെ ജനകീയവുമായി പോണത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി കാണുമ്പോൾ തന്നെ അവർ വിവാഹിതരാണോ അല്ലെങ്കിൽ എന്താണ് അവർ വിധവകളാണോ അല്ലെങ്കിൽ അവിവാഹിതരാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും. അതേപോലെ സമ്പന്ന കുടുംബങ്ങളിൽ പെട്ട ഒരാളാണോ, ഒരാളുടെ വസ്ത്രധാരണ രീതി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പാവപ്പെട്ടവരാണോ എന്താണെന്നുള്ളത് അവരുടെ വസ്ത്രധാരണ രീതിയിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ സമ്പന്നത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും അറിയാതെ വളരെ സ്റ്റാൻഡേർഡായിട്ട് വസ്ത്രധാരണം ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ക്ലാസിക് സംഗീതം, ഈ പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. അപ്പോൾ ക്ലാസിക് സംഗീതം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത്തരം ക്ലാസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഫോക്ക് ആയിട്ടുള്ള ഫോക്ക് കലകൾ കൂടുതൽ എന്താ പറയുക പ്രചാരം വരാനും അത് ആളുകൾ സ്വീകരിക്കാനും അത്തരം സംഗീതങ്ങളോടും നൃത്തങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാവാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, സംസ്കാരം തീരുമാനിക്കുന്നതിന് എന്താണ് സമ്പത്തിന് വളരെയേറെ പങ്കുണ്ട്. ഇനി നമ്മുടെ സംസ്കാരം സാംസ്കാരിക വിനിമയത്തിലൂടെയാണ് രൂപപ്പെടുന്നതെന്ന്. അതായത് നമുക്കൊരു സംസ്കാരം ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, നമ്മുടെ കൾച്ചർ എന്ത് വേണം, ഇൻ്ററാക്ഷൻ വഴിയാണ് നമ്മൾ രൂപപ്പെടുന്നത്. അങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴയകാല സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പുരാവസ്തുക്കൾ വഴി അറിഞ്ഞു. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന പല കാര്യങ്ങളും, അപ്പോൾ അത്രയ്ക്കൊന്നും പോകണ്ട, ഇപ്പോൾ നമ്മുടെ തന്നെ കേരളത്തിൻ്റെ അത്രയും പോകണ്ട,
അപ്പോൾ നമ്മൾ കുറച്ച് കാലം മുന്നേ ഒരു 10-20 വർഷം മുന്നേ വരെ നിലനിന്നിരുന്ന പല കാര്യങ്ങളും എന്താണ്, പല ആചാരങ്ങളും നമ്മളിപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരമായിരുന്നു. അത് നമ്മൾ ഇന്നും എങ്ങനെയാണ് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അത് പല 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 തലമുറകളിലൂടെ എന്ത് ചെയ്യാണ്, കടന്നു വന്ന് നമ്മളും അറിയാണ്. അപ്പോൾ അത് വിനിമയം ചെയ്യപ്പെടാണ് അടുത്ത തലമുറയിലേക്ക് പറഞ്ഞും അറിഞ്ഞും എന്ത് ചെയ്യാണ്, വിനിമയം ചെയ്യപ്പെടാണ്. ഒരു ഇൻറ്ററാക്ഷൻ വഴി എന്ത് ചെയ്യാണ്, പകർന്നു തരികയാണ്, സംസ്കാരം പകർന്നു തരികയാണ്. ആ സംസ്കാരം ഇങ്ങനെ പകർന്ന് ഇനി ചിലപ്പോൾ അടുത്ത തലമുറയിലേക്കും പോകും. ചിലപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി, ചിലപ്പോൾ ഒക്കെ എന്താണ് ക്വാളിറ്റിയും ചിലപ്പോൾ കുറഞ്ഞു വന്നു എന്ന് വരാം. പക്ഷെ എന്താണ്, ആ ഒരു സംഭവം എന്ത് ചെയ്യാണ്, വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. സംസ്കാരം എപ്പോഴും എങ്ങനെ തന്നെയാണ്, ഇൻ്ററാക്ഷൻ വഴിയാണ് അത് മുന്നോട്ട് അല്ലെങ്കിൽ രൂപപ്പെട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ പണ്ട് കാലത്തൊന്നും നമ്മുടെ ഇവിടെ ബിരിയാണി ഒന്നും അത്ര കോമൺ ആയിരുന്നില്ല. അപ്പോൾ അറബികളുമായിട്ട് നമ്മളിങ്ങനെ സമ്പർക്കത്തിൽ വന്നു, കച്ചവടമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവരെ നാടുമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അറേബ്യൻ ആ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഷവർമ, ഗ്രിൽഡ് അങ്ങനെ സാധനങ്ങൾ അതൊക്കെ ആയിട്ട് വന്നുള്ളത്. ചൈനീസായിട്ട് വരുമ്പോൾ അതേപോലെ തന്നെ എന്താണ്, വേറെ വേറെ രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻ വഴിയാണ് നമ്മൾ പലതരത്തിലുള്ള ഫുഡുകളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. വസ്ത്രധാരണ രീതികൾ, ഇതൊക്കെ എന്താണ് നമ്മൾ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ് വഴി വരുന്നത്. നമ്മൾ ഒരു നമ്മുടെ മാത്രം തലമുറകളുടെ കേസ് പറഞ്ഞത്. അതല്ലാതെയും എന്താണ്, സംസ്കാരം എന്ന് പറയുന്നത് പലരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വഴി എന്ത് ചെയ്യാണ്, പുതിയ പുതിയ സംസ്കാരങ്ങൾ രൂപപ്പെടുകയും ചെയ്യാണ്. പല തലമുറകളിലൂടെ നമ്മൾക്ക് ഇൻട്രാക്ട് ചെയ്ത് വരും. അങ്ങനെയും എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള വിനിമയം വഴിയാണ് സംസ്കാരം രൂപപ്പെടുന്നത്. ഇപ്പോൾ വേറെ എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ 500 വർഷങ്ങൾക്ക് മുന്നേ പോർച്ചുഗീസുകാരാണ് തക്കാളി, ഉരുളൻകിഴങ്ങ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ കശുമാങ്ങയ്ക്ക് പറങ്കി മാങ്ങ എന്നൊക്കെയല്ലേ പറയാം. അപ്പോൾ ഇൻറ്ററാക്ഷൻ വഴിയാണ് വരുന്നത്. ഇനി ഗ്ലോബലൈസേഷൻ, അത് എങ്ങനെയാണ് സംസ്കാരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കൾച്ചറിനെ ഗ്ലോബലൈസേഷൻ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്തത്. ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അത് ഒരു സാമ്പത്തിക സാംസ്കാരിക ശൃംഖലയിൽ, അതായത് ലോകത്തെ മുഴുവൻ എന്ത് ചെയ്യാണ്, ഒരൊറ്റ ഗ്ലോബൽ വില്ലേജ് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്നത്. ലോകത്തെ മുഴുവനും ഒരൊറ്റ ഗ്രാമമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ശൃംഖലയിൽ കൊണ്ടുവരിക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വ്യാവസായികമായിട്ടുമുള്ള ഒരു കണക്ഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ എന്താണ്, പലതരം സംസ്കാരങ്ങൾ കൂടി അവിടെ ഒത്തുചേരാണ്. അപ്പം അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഇന്ന് പാശ്ചാത്യ സംസ്കാരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുക എന്നല്ല, ഇപ്പോൾ നമ്മളങ്ങനെ ആയിക്കഴിഞ്ഞു. പണ്ടൊക്കെയാണ് നമുക്ക് ശ്രമിക്കുക എന്ന് പറയാം, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ആ ഒരു ജീവിത രീതിയിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, പല ഇംഗ്ലീഷുകാരും എന്താണ് നമ്മളുടെ ഒരു ജീവിത രീതി സ്വീകരിച്ചിട്ട് ചിലരൊക്കെ ഇവിടെ വന്ന് താമസിച്ചു എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ. തൃശ്ശൂരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ല വസ്ത്രധാരണ രീതിയിലൊക്കെ ഈ സായിപ്പും മദാമിയൊക്കെ വരുന്നത് കാണാം. നമ്മൾ സായിപ്പിൻ്റെയും മദാമയുടെയും പോലെയൊക്കെ നടക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഗ്ലോബലൈസേഷൻ്റെ ഒരു എഫക്റ്റാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് സംസ്കാരങ്ങൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നൊരു സംവിധാനം സാംസ്കാരിക വിനിമയത്തിൻ്റെ ശക്തമായൊരു മാധ്യമമാണ്. അപ്പോൾ ഇതിനൊരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടൊക്കെ നമുക്ക് അങ്ങനെ അറിവില്ലായിരുന്നു. ഇപ്പോൾ ടി വിയും അതുപോലെ തന്നെ മൊബൈൽ ഫോണൊക്കെ നമ്മുടെ വിരൽത്തുമ്പത്തുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ അവിടുത്തെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് അവിടെ ഇൻട്രസ്റ്റഡ് ആവും. പതുക്കെ ഒരു അനുകരണശീലം നമ്മളിൽ ചിലപ്പോൾ വരും. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു അനുകരണശീലം വരും. ആ അനുകരണശീലം പതിയെ എന്താണ്, നമ്മളും അതിലേക്ക് അങ്ങോട്ട് ആയി മാറും. എന്താണ്, ആ ഒരു സംസ്കാരം അത് നമ്മൾ നമ്മുടേതാക്കി മാറ്റും. അപ്പോൾ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ്, സംസ്കാരത്തിൻ്റെ എക്സ്ചേഞ്ചിന് ഒരു പ്രധാന കാരണമാണ്.
ഇതാണ് നമുക്ക് ഈ ഒരു കൾച്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ പറഞ്ഞ പോണം നമുക്കിങ്ങനെ വായിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നല്ലോണം മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കിട്ടും. നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. താങ്ക് യു.